അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ ദിവസം അസറുദ്ദീൻ ഭായിയുടെ ഒപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഗോവ ടച്ച് ചെയ്യാതെയാണ് പുള്ളി മുംബൈക്ക് പോകുന്നത് പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരിട്ട് മുംബൈക്ക് പോയാൽ മതി, പക്ഷെ ഞാൻ എങ്ങനെയാലും യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഗോവയിലേക്കുള്ള വഴിയിൽ ഞാൻ ഇറങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഒരു മുമ്പുരാളൊരു വർക്കറായിരുന്നു. അപ്പോൾ ആദ്യത്തെ പിള്ളയുടെ ഏതോ കമ്പനിയാണ്, ഫാക്ടറിയാണെന്ന് പറഞ്ഞത്. മുമ്പുരാളവിടെ വർക്ക് ചെയ്യാണ്. മലയാളീസ് കുറേ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഹൈവേയുടെ അടുത്താണ്. ഇത് പറഞ്ഞത് സ്ട്രൈറ്റ് റോഡാണ്, കുറച്ച് കിലോമീറ്റർ കടന്നാൽ ഗോവ എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കുറച്ച് നടന്നിട്ട് ലിഫ്റ്റ് അടിച്ചിട്ട് അങ്ങനെ പോവാം. ഇതപ്പുറത്ത് കൂടെ ലോറികളൊക്കെ പോകുന്നുണ്ട്. അങ്ങനത്തെ ലോറിക്കൊക്കെ നമ്മൾ കൈയ്യോട്ടിയാണ് പോകാൻ. ലോറികളൊക്കെ ഒരുപാട് പോകുന്നുണ്ടെങ്കിലും അവിടുത്തെ രാവിലെ ജോലിക്ക് പോകുന്നവരും കോളേജ് പോകുന്നവരും ഒക്കെ ആയിട്ടുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ ബൈക്കുമ്മലും പിന്നെ അതുപോലെ തന്നെ സ്കൂട്ടിമ്മലൊക്കെയാണ് ഞാൻ പിന്നെ അങ്ങനെ ലിഫ്റ്റ് അടിച്ചത്. ഈ ടൈമിലൊന്നും ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കാൻ നോക്കിയെന്നുണ്ടെങ്കിലും അവിടുത്തെ ഹോട്ടലോ ഫുഡോ ഒന്നും, അവിടെ ഫുഡൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അവിടെ കഴിച്ചില്ല. അങ്ങനെ അടുത്ത ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഈ റെഡ് ഷർട്ടിലുള്ള ഇവർ ബസ്സിന് വേണ്ടി കാത്തിക്കായിരുന്നു. അവരെനിക്ക് ബസ് ടിക്കറ്റ് എടുത്ത് തന്നിട്ട് പിന്നെ പഞ്ചിം എന്ന് പറഞ്ഞ ഗോവയുടെ ക്യാപിറ്റലിലേക്ക് അവിടെ എത്തിച്ചിട്ടാണ്. ഗോവയുടെ ക്യാപിറ്റലിൽ എത്തിച്ച്. ഗോവയുടെ ക്യാപിറ്റലിൽ എത്തിയതിനു ശേഷം ഞാൻ നോക്കിയത് അടുത്തുള്ള ഡിക്കാത്ലോണാണ്. എനിക്ക് കുറച്ച് ഐറ്റംസ് വെയിറ്റ് കൂടിയിട്ട് റിട്ടേൺ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഡിക്കാത്ലോണിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഡിക്കാത്ലോണിലെത്തി ആ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ റിട്ടേൺ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഗോവയിൽ പഞ്ചിമിൻ്റെ അടുത്തായിട്ട് എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കിയപ്പോൾ അവിടുത്തെ ഫ്രഞ്ച് കോളനി, അതുപോലെ തന്നെ അവിടെ ഒരു ചർച്ച് ഉണ്ടെന്ന് കേട്ട്. അങ്ങനെ ചർച്ചിൻ്റെ അവിടേക്കൊക്കെ പോകുന്ന വഴിയാട്ടോ അത്. പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് പഞ്ചിമിൻ്റെ അടുത്തുള്ള മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചർച്ചിലൊക്കെ ഇപ്പോൾ നല്ല എന്താണ് പുറത്തുനിന്നുള്ള ആൾക്കാരും ഫോറിനേഴ്സും അതുപോലെ തന്നെ കാണാനായിട്ട് വരുന്നവരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ കോളേജിലത്തെ ട്രിപ്പ് ഗോവയ്ക്കായതുകൊണ്ട് അവിടുത്തെ ബാഗ ബീച്ചും പിന്നെ അഗോഡ ഫോർട്ടും ഓൾഡ് ചർച്ചൊക്കെ ഒരു വട്ടം കണ്ടതാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിലേക്ക് കയറി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയും ലിഫ്റ്റ് അടിച്ച് അങ്ങനെ പോകണം. ഇപ്പോൾ ഞാൻ ഹൈവേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയിൽ ഗോവ മൊത്തം കറങ്ങി. അതിനുശേഷം അതിലോട്ട് പോയതിനു ശേഷം നമ്മൾ ലിഫ്റ്റ് ചോദിച്ച് കുറച്ച് ബൈക്കും കാറും അങ്ങനെ കിട്ടി. അതിനുശേഷം അങ്ങനെ നിന്നപ്പോൾ ഒരാൾ റിസ്കിൽ വണ്ടി നിർത്തുകയാണ്. അതായത് സെക്കൻഡ് ലൈനിൽ കൂടെ ഫാസ്റ്റ് ലൈനിൽ കൂടെ പോണ വണ്ടിയായിരുന്നു. ഞാൻ കൈ കാട്ടി കുറച്ച് മുമ്പിലായിട്ടാണ് എനിക്ക് കൊണ്ടുപോയി നിർത്താം. അപ്പോൾ ഇതാണ് ബൽവീർ സിംഗ്. അതുപോലെ പഞ്ചാബിയാണ് ഒരാൾ പറഞ്ഞത്. മദ്യപിക്കൂല കുടിക്കൂല അങ്ങനത്തെ ഒന്നുമില്ല, റൊട്ടി മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരാൾ ഭയങ്കര ഫാനാണ്. വണ്ടിയിലൊക്കെ മറ്റേ സംഭവമുണ്ട്, കാണിച്ചു തരാം. അവർക്ക് ഭയങ്കര വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ. പിന്നെ ഒരാള് സംഭവം വാങ്ങി തന്നു, പാലിന്റെ അറിയില്ല. 2 ബാഗ് വാങ്ങി തന്നു. ഇപ്പോൾ നാസ വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര ഗോവ ബോർഡർ കടന്നു മഹാരാഷ്ട്രയിൽ. ഇനി നേരെ പൂനെ പോകാനാണ് പ്ലാന്. ഇങ്ങനെ നോക്കട്ടെ, സ്റ്റൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് മുമ്പൊരാളെ ഫോൺ 6:37 നോക്കട്ടെ. മുംബൈക്ക് ഞാൻ കടക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ പറഞ്ഞു, അതായത് ഗോവയിൽ നിന്ന് എന്നെ പരിചയപ്പെട്ട കുറേ ആൾക്കാർ പറഞ്ഞു അവിടെ ഫുള്ള് മോഷ്ടിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അതുകൊണ്ട് പോകണ്ട, പൂനെക്ക് പോയിക്കോ, പൂനെയിൽ നിന്ന് ഡൽഹിക്ക് പോയിക്കോ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ കുറേ കാണാനുണ്ട് മുംബൈയിൽ. നമ്മളൊക്കെ റിസ്ക് എടുത്തിട്ടാണല്ലോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെ ചായ അടിക്കാൻ വേണ്ടി വണ്ടി ഒതുക്കാൻ കേട്ടോ. അപ്പുറത്തൊക്കെ വണ്ടികളുണ്ട്. വണ്ടി ഒതുക്കി ഹോട്ടലിൻ്റെ ഹോട്ടലിലെ പേരോടെ രാജസ്ഥാനി ഹോട്ടൽ. രാജസ്ഥാനി ഹോട്ടലാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് നോക്കാം. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ കയറാം. നമ്മളെ വണ്ടി ഇത് ഹോട്ടൽ രാജസ്ഥാനി ഹോട്ടൽ രാജ്പൂർ എന്തോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത്
ഫുഡ് എന്ന് പറയുമ്പോൾ മാഗിയുടെ ടേസ്റ്റുള്ള ഒരു ഐറ്റം, എന്നാൽ നമ്മൾ കഴിക്കുന്നത് അരിയാണേനും അങ്ങനെ നമ്മുടെ നാട്ടിലെ ബിരിയാണിയൊക്കെ പോലെ അങ്ങനത്തെ ഒരു സംഭവം മാഗിൻ്റെ ടേസ്റ്റിൽ ഇതാട്ടോ ആ ഐറ്റം വരുന്നത്. मैगी का टेस्ट है राइस है नूडल्स का। पंजाब में कैसे हो साइक्लोन, कोई प्रॉब्लम है साइक्लोन? गर्मी गर्मी नहीं पंजाब में नहीं, वो पाकिस्तान पंजाब। उसको हिंदी में क्या बोला? तूफान। कोई पीपल बोला मैं कश्मीर तो जाने तो उधर साइक्लोन है। അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി എന്നുള്ളതിന് ഉപരി അവർ നമ്മളെ മനസ്സ് നിറച്ചു എന്നുള്ള കേട്ടോ. ഈ പഞ്ചാബികൾ അല്ലെങ്കിൽ സിഖുകാർ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അതിഥിനെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ ഞങ്ങൾ ലോറി എടുത്ത് റോട്ടിൽ തന്നെ ഇറങ്ങി നൈറ്റ് വൈബൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, പാട്ടൊക്കെ വെച്ചിട്ട്. ഞാൻ വിശ്വസിച്ചാണേ. അങ്ങനെ ഒരു 11 മണി കൊണ്ട് അടുപ്പിച്ചിട്ട് നമ്മൾ വണ്ടി ഒതുക്കി. ഒരു പഞ്ചാബി ധാബയിലാണ് വണ്ടി ഒതുക്കിയത്. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കട ഏകദേശം ക്ലോസ് ആയിരുന്നു. ബട്ട് നമ്മുടെ ഭായിനെ അറിയുന്നതുകൊണ്ട് ഒരു അവിടുന്ന് സ്ഥിരം ഫുഡ് കഴിക്കുന്നതുകൊണ്ടും അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു റൊട്ടിയും അതുപോലെ തന്നെ ദാൽക്കറിയാണ് നിർത്തിയത്. ഓരോ ഹോട്ടലിൽ ഓരോ ടേസ്റ്റാണ്. ഹോട്ടലിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. നല്ല സിറ്റിംഗ് കപ്പാസിറ്റിയും വലിയ ഹോട്ടൽ തന്നെയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെയും നമ്മൾ പാട്ടൊക്കെ വെച്ച് നമ്മളെ ട്രാവലിംഗ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ്.
അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ വണ്ടിക്ക് ഒരു പണി കിട്ടി. വളരെ മോശം റോഡായതുകൊണ്ട് തന്നെ നമ്മുടെ ടയറൊന്ന് പഞ്ചറായി. അങ്ങനെ അടുത്തുള്ള ഷോപ്പ് കൊണ്ടുപോയി പഞ്ചർ ഷോപ്പിൽ പഞ്ചർ അടക്കാൻ ചെന്നപ്പോൾ അയാൾ തീർത്തും പറഞ്ഞു പറ്റൂല. അയാളാണെങ്കിൽ പൂരാ ഉറക്കം. അങ്ങനെ നമ്മുടെ ബായും ഞാനും കൂടി തന്നെ ടയർ മാറ്റി. അതിൻ്റെ വിഷ്വൽസ് ആടാ. സിങ്ങും ഞാനും കൂടി ടയർ മാറ്റിയെന്ന് പറഞ്ഞെങ്കിലും എന്നോട് ഫ്ലാഷ് അടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫ്ലാഷ് അടിച്ച് അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോഴൊക്കെ എന്നോട് ചോർത്ത് പറഞ്ഞിട്ട് അവിടെ മാറിപ്പോയിക്കോ, അത് അവിടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബായി തന്നെയാണ് മൊത്തം ചെയ്ത് കിട്ടാം. എങ്ങനെയാലും എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല. എന്നാൽ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ഫോണിൽ നിൽക്കും വേണം. അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് ഫ്ലാഷ് ഓൺ ആക്കി അങ്ങനെ ആ വീഡിയോ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടാണ് ടയർ മാറ്റുന്ന വീഡിയോ. ഇതൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇവരെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ ഉള്ളതാണ്. ടയർ പഞ്ചറാവുന്നതും അതുപോലെ തന്നെ ടയർ മാറ്റുന്നതും. ഇപ്പോൾ ഞാനില്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് അത് ഫുള്ള് മാറ്റണം. അപ്പോൾ ഞാനുള്ളതുകൊണ്ട് ഫ്ലാഷ് അടിച്ചു കൊടുത്ത് ഞാനിങ്ങനെ നിൽക്കുന്നതെന്ന് മാത്രം. അപ്പോൾ സിങ്ങിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ സിങ്ങിൻ്റെ ഫാമിലിയും കാര്യങ്ങളും ഒക്കെ പിന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തന്നു. എന്താണ് അവിടുത്തെ അവരെ പെങ്ങന്മാരെയും അതുപോലെ തന്നെ അമ്മനൊക്കെ കാണിച്ചു തന്നു. പിന്നെ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സിഗരറ്റ് യൂസ് ചെയ്യില്ല, അതുപോലെ തന്നെ ബീഡി യൂസ് ചെയ്യില്ല. ഒരു അങ്ങനത്തെ കള്ളോ കഞ്ചാവോ അങ്ങനത്തെ ഒന്നുമില്ല. സാധാരണ ഇങ്ങനെ അന്യനാട്ടിലെ ലോറിക്കാർ ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളവരെ ഒന്നില്ലെങ്കിൽ കഞ്ചാവ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ സിഗരറ്റോ എന്തെങ്കിലും ആൻസെങ്കിലും ഉണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ജസ്റ്റ് ഒരു സ്ട്രിങ് ആയിട്ടുള്ള ബോട്ടിലുണ്ടല്ലോ നമ്മുടെ എനർജി ഡ്രിങ്ക്, അത് മാത്രം ആ റെഡ് കളറിലുള്ള ബോട്ടിൽ അത് മാത്രം എപ്പോഴും ഇങ്ങനെ ഓരോന്ന് കുടിക്കും. അത് എനർജി ഡ്രിങ്ക് ആയിട്ട് കുടിക്കാമെന്ന് എന്നോട് പറഞ്ഞത്, ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടയറൊക്കെ മാറ്റി ഈ ടയർ ഊരി ഉള്ളിലത്തെ ടയർ പുറത്തേക്ക് എടുത്തിട്ടിട്ട് ഈ പൊട്ടിയ ടയർ ഉള്ളിലേക്ക് എടുത്തിട്ടിട്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പിന്നെ ട്രാവൽ ചെയ്ത് കിട്ടാം. അടുത്ത പഞ്ചർ ഷോപ്പ് കിട്ടുന്ന വരെ ഇനി അങ്ങോട്ട് പഞ്ചർ ഷോപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് പൊതുവെ പറഞ്ഞത്. പക്ഷേ അങ്ങനെ കിട്ടുന്ന വരെ ഇതായിട്ടാണ് ട്രാവൽ ചെയ്തത്. ഇപ്പോൾ ഞാൻ ഈ ടയർ മാറ്റുന്ന വീഡിയോസൊക്കെ പുള്ളിക്ക് പിന്നെ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് തന്നെ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കണോ, അത് റെക്കോർഡ് ചെയ്തല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഇതിൻ്റെ ആ വീഡിയോസൊക്കെ വാങ്ങി ഹോണക്ക് വാങ്ങി അതൊക്കെ ഒരു ഓർമ്മയായിട്ട് പുള്ളി എടുത്തു വെച്ചിട്ടാണ്. അത് വേറെ കാര്യം. പിന്നെ എന്നോട് ഗുജറാത്തിൽ അല്ലെങ്കിൽ പഞ്ചാബിലുള്ള മെയിനായിട്ടുള്ള അട്രാക്ഷൻസ്, അതായത് വാഗാ ബോർഡർ അല്ലാണ്ട് ഗോൾഡൻ ടെമ്പിൾ, അതൊക്കെ ഒന്ന് ജസ്റ്റ് അവിടെ പോകുന്നുണ്ടെങ്കിൽ കാണാൻ പുള്ളി പറഞ്ഞിട്ടാണ്. അവിടെയൊക്കെ ജസ്റ്റ് പോകാനും ഫ്രീ ഫുഡാണെന്നും അതുപോലെ തന്നെ ഫ്രീ സ്റ്റേ കിട്ടുന്നു, നല്ല രസം ഉണ്ടാവും കാണാനെന്നൊക്കെ പുള്ളി പറഞ്ഞു. नहीं ऐसे पकड़ के रखो खाली हल्का सा ओके ओके थोड़ा हाँ खड़ा रखो हाँ। इसको कोई हाँ गिरे नहीं। പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിംഗ് എനിക്ക് ലിഫ്റ്റ് തന്നപ്പോൾ തേർഡ് ലൈനിൽ കൂടെ പോയിരുന്ന വണ്ടിയാണ് ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒതുക്കി സൈഡാക്കി എനിക്ക് ലിഫ്റ്റ് തന്നത്. അപ്പോൾ അതിന് പുള്ളിക്ക് കുറച്ച് രീതിയൊക്കെ കേട്ടിട്ടുണ്ട്. ബാക്കിൽ നിന്ന് പറഞ്ഞ വണ്ടിക്കാരുടെ നിന്ന് എന്താ അങ്ങനെ ഒതുക്കണതാണ് കുറച്ച് രീതിയൊക്കെ കേട്ടിട്ടുണ്ട്. ഫാസ്റ്റ് ലൈനിൽ കൂടെ പോകണ വണ്ടി ആയിരുന്നില്ല. അങ്ങനെ ലിഫ്റ്റ് തരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വേറൊരു പയ്യനക്കും ഇത് മുമ്പ് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പരിചയത്തിലാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഇതിലാണ് എനിക്ക് ലിഫ്റ്റ് തന്നിട്ട്. അല്ലെങ്കിൽ ലോറിക്കാർക്ക് ഭയങ്കര പേടിയായിരിക്കും. ഇപ്പം പുറത്തുനിന്ന് വരുന്ന ഒരുത്തനല്ലേ, ഇവർക്ക് എങ്ങനെ ലിഫ്റ്റ് കൊടുക്കുക, അവൻ എന്ത് വിശ്വസിച്ചിട്ട് വണ്ടി കൊണ്ടുപോകുക, അവൻ എന്തെങ്കിലും ചെയ്യുമോ, അങ്ങനെയൊക്കെ എന്താണ് സാധാരണ ആൾക്കാർ പറയാറുള്ളതാണ്, പേടിക്കാറുള്ളതാണ്. ലിഫ്റ്റ് തരാറ് ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇവർ മനുഷ്യരനല്ലേ, ഇവർക്കും പേടിയുണ്ടാവും, എല്ലാതും ഉണ്ട് നമ്മളെ പോലെ തന്നെ. ഇവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ഇവർ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് സിംഗിനാന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആഗ്രഹം കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വിട്ടിട്ട് അവർ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ലോറിക്ക് വണ്ടി ഓടിക്കുന്നതും പിന്നെ അവർ ചെയ്യുന്ന ജോലി അവർ നല്ലപോലെ ചെയ്യുന്നു. അവരതിൽ ക്യാഷ് ഉണ്ടാക്കുന്നത്. ലോറി എന്ന് പറഞ്ഞാൽ ചെറിയ ലോറി ഓടിക്കാന്ന് പറയുമ്പോൾ ചെറിയ പണിയൊന്നുമല്ല, നല്ല പണിയുള്ള ജോബ് തന്നെയാണ്. അതിന് സാലറി ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി അവർക്ക് കിട്ടുന്നുമുണ്ട്. പിന്നെ ഓരോ ജോലിക്കും അതിൻ്റേതായ റിസ്ക്കും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായ മഹാത്മ്യമുണ്ട്. ഒരു ജോലിയും ചെറുതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സിംഗിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്ന് ചെക്കൗട്ട് ചെയ്തേക്കെ. ഇൻസ്റ്റയിലൊക്കെ പുള്ളി ഇങ്ങനെ റീൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് കയറി ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്തെടുക്കുക. അതൊക്കെ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. പിന്നെ ഈ ടയറൊക്കെ മാറ്റി പിന്നെ ഈ ടയർ ഇപ്പം ഇങ്ങോട്ട് എടുത്തിട്ട് അതിൽ കുടുങ്ങാൻ ഭയങ്കര പണിയായിരുന്നു കേട്ടോ, ടയറവിടെ കുടുങ്ങാൻ. അങ്ങനെ അതിൽ ടയർ കറക്റ്റ് കുടുക്കി പിന്നെ ഈ ടയർ കൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ദൂരം പോയി. അങ്ങനെ ഒരു 2-3 മണിയൊക്കെ ആയിട്ട് പിന്നെ വണ്ടി ഒതുക്കി ഒന്ന്
ചെറുതായി മയങ്ങിയിട്ടാണ് പിന്നെ വണ്ടി എടുത്ത് അങ്ങനെ രാവിലെ ആയതിട്ടാ. ഇനി അങ്ങോട്ട് ടയർ മാറ്റുന്ന വിഷ്വൽസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻ്റ് ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ കമൻറ്റ് ചെയ്യുക അടിയിൽ വന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിതൊക്കെ ഓർമ്മ ആയിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോസാണ്. എനിക്കെപ്പോൾ ആണെങ്കിലും എടുത്ത് കാണാനും നിങ്ങൾക്ക് ഒരു എങ്ങനെയൊക്കെയാണ് ഈ ട്രാവലിംഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കണ്ടറിയുമ്പോൾ അതൊരു രസം തന്നെയല്ലേ. ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ടയർ മാറ്റുന്ന വീഡിയോ തന്നെ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോയെ. ഇനി ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് നമ്മൾ നാളെ മുംബൈയിൽ എത്തുന്ന വീഡിയോസും നമ്മൾ ചേരിയിൽ താമസിക്കുന്ന സ്ലം ഏരിയയിൽ താമസിക്കുന്ന വീഡിയോസൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ. ഓക്കെ, बस